നീതിപാത. നമസ്കാരം. വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു ഏഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തിരുന്ന വിഷയം എംപ്ലോയ്മെൻറ്റ് ലോസിനെ കുറിച്ചായിരുന്നു. ഈ ചർച്ച ഇവിടെ തുടരുകയാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് തിരുവനന്തപുരത്തെ പ്രമുഖ അഭിഭാഷകനായ അഭിലാഷ് N.G.S സാറാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നീതിപാതയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നീതിപാത. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്ന വിഷയം തൊഴിൽ നിയമങ്ങളെക്കുറിച്ചായിരുന്നു. എനിക്കൊന്ന് പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു. ഇനിയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തൊഴിൽ നിയമങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് തൊഴിൽ നിയമങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ആമുഖം എന്ന രീതിയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ത്യയിൽ ഒട്ടനവധി എംപ്ലോയ്മെൻറ്റ് ലോസ്, തൊഴിൽ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട നിയമങ്ങളെന്ന് പറയുന്നത് ഫാക്ടറി ആക്ട്, പിന്നെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്, മിനിമം വേജസ് ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്, മെറ്റേണിറ്റി ആക്ട്, അങ്ങനെ ഒട്ടനവധി, ഇൻഡസ്ട്രിയൽ ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അങ്ങനെ ഒത്തിരി ആക്ടുകൾ. അപ്പോൾ ഇത് രണ്ടും തന്നെ ഇത് എല്ലാം തന്നെ സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളെല്ലാം കൂടെ ക്രോണീകരിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് സാർ സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു. അല്ല, ഇപ്പോൾ പറഞ്ഞതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആക്ടാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പാരൻ്റ് ആക്ട് ചെയ്യുന്ന തന്നെ റൂൾസും ഓർഡേഴ്സും ഒക്കെ ഇതിനോട് കിടപിടിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്ഥലത്തുള്ള തൊഴിൽ സാഹചര്യങ്ങൾ, ഓരോ സ്റ്റേറ്റിലെയും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലെയും തൊഴിൽ സാഹചര്യം, അല്ലെങ്കിൽ ചില സമൂഹങ്ങൾ ആ ഒരു തൊഴിലിൽ മാത്രം ഇടപെട്ട് നിൽക്കുന്നത്. ഇപ്പം ഗോൾഡ് സ്മിത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് ആ തൊഴിൽ മാത്രം അല്ലേ. അതുപോലെ പിന്നെ ഈ പേപ്പർ, പടക്കൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ ഈ ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കുന്നത്, അതൊക്കെ ഒരു സമൂഹം അവർ മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ചൂഷണങ്ങളിൽ നിന്നും ഇതിൻ്റെയൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്തിനാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുതലാളിമാർ അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് അവരുടെ ചൂഷണങ്ങളിൽ നിന്നും ഈ എംപ്ലോയീസിനെ, തൊഴിലാളികളെ സംരക്ഷിക്കുക എന്ന മുഖ്യമായ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഉന്നം, അതൊക്കെയാണ് ഇതിൻ്റെ ഈ നിയമങ്ങളുടെ ഈ നിയമങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് വിലയിരുത്താൻ പറ്റുന്നത്. എനിക്കൊന്ന് എംപ്ലോയ്മെൻറ്റ് ലോസിനെ പറ്റി ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഏവരുടെ മനസ്സിലേക്ക് വരാൻ പെട്ടെന്ന് ചാൻസ് ഉള്ള ഒരു നിയമം എന്ന് പറയുന്നത് മിനിമം വേജസ് ആക്ടാണ്. അതായത് ഒരു തൊഴിൽ മേഖലയിൽ ഒരു തൊഴിലാളി ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മിനിമം ആയിട്ടുള്ള വേജസ് വരണമെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പം റീസെൻ്റായിട്ട് ഇഷ്യൂസ് ഒത്തിരിയാണ്. നേഴ്സിൻ്റെ കേസിൽ അത് വളരെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മുടെ സമൂഹത്തുണ്ടായതാണ്. അതിനെക്കുറിച്ച് ഗവൺമെൻറ് തന്നെ പുതിയ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ പുതിയ ഓർഡേഴ്സ് പുറപ്പെടുവിക്കുകയോ ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റു ഹോസ്പിറ്റൽസിനും എല്ലാം അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കേസിൽ, അതായത് മിനിമം വേജസ് ആക്ടിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മിനിമം വേജസ് ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത വരുമാനം, ഒരു ശമ്പളം, അതായത് ഈ പറയുന്ന എംപ്ലോയി ചെയ്യുന്ന ജോലിക്ക് തത്വമായ രീതിയിലുള്ള ഒരു ശമ്പളമല്ല. അയാൾക്ക് മിനിമമായിട്ട് കുറഞ്ഞത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ, അതാണ് മിനിമം വേജസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് 1948 1948 ആ നിയമം നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കി പ്രാബല്യത്തിൽ വന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതായത് ഈ മിനിമം വേജസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഇതിനകത്തൊരു ഈ പറയുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും മിനിമം വേജസ് കൊടുക്കണമെന്ന് ഒരു ആക്ട് പറയുന്നില്ല. അതിനകത്ത് പല എംപ്ലോയീസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ന തരത്തിൽ. അതായത് സ്കിൽഡ് എന്നും പിന്നെ അൺസ്കിൽഡ് ലേബേഴ്സ്, അതുപോലെ തന്നെ പിന്നെ സെമി സ്കിൽഡ് ലേബേഴ്സ് ആൻഡ് ഹൈലി സ്കിൽഡ് ലേബേഴ്സ്. മനസ്സിലായില്ലേ? അപ്പം അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ സ്കില്ലനുസരിച്ചിട്ടാണ് അവരെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന ആൾക്കാർ സ്കിൽഡ്, ഇന്ന ആൾക്കാർ ഹൈലി സ്കിൽഡ്, ഇന്ന ആൾക്കാർ സെമി സ്കിൽഡ്.
സ്കിൽഡ്, ഇന്ന ആൾക്കാർ അൺസ്കിൽഡ്, മനസ്സിലായല്ലോ? അതെ. അതായത് അതിന് പിന്നെ സ്കിൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാനറിയാം. പ്രാവീണ്യമുള്ള അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ജോലി, പർട്ടിക്കുലർ തൊഴിലിൽ, അതെ. ഇപ്പം ഗോൾഡ് സ്മിത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്കിൽഡാണത്. അതെ. ഇപ്പം ആ ഗോൾഡ് സ്മിത്തിൽ തന്നെ ഹൈലി സ്കിൽഡ് ഉണ്ട്, സെമി സ്കിൽഡും നമുക്ക് കാണാൻ കഴിയും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ എന്തും അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എക്സ്പീരിയൻസ് ഉള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹൈലി സ്കിൽഡ് എന്ന് പറയുമ്പം അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, മനസ്സിലായല്ലോ? സെമി സ്കിൽഡ് എന്ന് പറയുന്ന നേരത്ത് അതിന് താഴെ. പിന്നെ സ്കിൽഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഗോൾഡ് സ്മിത്ത് അല്ലെങ്കിൽ അതെ, അദ്ദേഹത്തിന് ആ വർക്കിൽ അറിവുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ അറിയാം. അത് കഴിഞ്ഞ് അൺസ്കിൽഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ട് അത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ തരംതിരിവുണ്ട്. ഞാൻ ഒരു മേഖലയല്ല, ഇപ്പോൾ ഇൻഡസ്ട്രീസ് എടുത്ത് നോക്കുമ്പം നമ്മൾ ലേബേഴ്സ് ഉണ്ട്. ലേബേഴ്സിന് നമുക്ക് അൺസ്കിൽഡാണ് അവർ പറഞ്ഞ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രം. അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ മാനേജേഴ്സ്, ബാക്കി മാനേജേഴ്സിന് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളുണ്ട്, GM, പിന്നെ കമ്പനിയുടെ ചെയർമാൻ, അത് പിന്നെ കമ്പ്യൂട്ടർ എക്സ്പേർട്സ്. അപ്പോൾ അങ്ങനെ സ്കിൽഡായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഏറ്റവും കൂടുതൽ വേണ്ട മേഖലയൊക്കെയാണ് ബിസിനസ് മേഖല. പിന്നെ ഇപ്പം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യണത്, പിന്നെ പുതിയ പ്രോഡക്റ്റ് ഇൻവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഹൈലി സ്കിൽഡാണ്, അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇതിനൊന്നും മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ തരംതിരിവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലേബറിന് കൊടുക്കുന്ന ഒരു വേജസ്, മിനിമം വേജസ് നമ്മളെ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഹൈലി ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിക്ക് കൊടുക്കാൻ പറ്റില്ല. അയാൾക്ക് കൊടുക്കുന്ന ആ പറയുന്ന സാലറി ലേബേഴ്സിനും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ തരംതിരിവിലാണ് സാലറി ഓരോരുത്തർക്ക് നിശ്ചയിച്ച് പോകുന്നത്. അതൊരു വിഷയം, ഒരു ഭാഗം അങ്ങനെ പറയാം. പിന്നെ അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ മുമ്പൊക്കെ ചില എപ്പിസോഡുകളിലൊക്കെ പറയുകയുണ്ടായി, ഇപ്പം സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ. ഇപ്പം ഏറ്റവും കൂടുതൽ ബേണിംഗ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. എല്ലാ പത്രങ്ങളും എന്തെടുത്ത് വായിച്ചാലും സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ. ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഒരു ചർച്ചാ വിഷയമായതാണ് പിന്നെ സ്ത്രീകൾ തൊഴിൽ സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന പീഡനങ്ങളും അവരുടെ സമ്മർദ്ദവും അവരുടെ ബുദ്ധിമുട്ടുകളും പിന്നെ ശമ്പളമില്ലായ്മയും. അപ്പം ഈ പറയുന്ന വേജസ് ആക്റ്റിൽ നമ്മൾ ഈ പല പ്രാവശ്യം ഈ പറയുന്ന എടുത്ത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു സമത്വം എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി ബിഫോർ ലോ. നമ്മളത് മുമ്പ് സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾക്ക് എന്തായാലും ഇതിനകത്ത് ഓർമ്മ വരും. പണ്ട് അറിയാമല്ലോ, പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കാറ്റഗറൈസ്ഡ് ആണ്. കാര്യം പുരുഷന്മാർ ചെയ്യും പോലെ ഉള്ള ഒരു ഹാർഡ് ലേബർ അല്ലെങ്കിൽ വർക്ക് ചെയ്താലും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കിട്ടുന്ന സാലറി കിട്ടാറില്ല. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് അങ്ങ് മാറി. സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് തുല്യമായിട്ടുള്ള ഒരു മിനിമം വേജസ് കൊടുക്കണം. അപ്പോൾ അവർക്ക് പണ്ട് കൊടുക്കാറില്ലായിരുന്നു, ഈ പറയുന്ന ശമ്പളമൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അവർക്ക് മിനിമമായിട്ടുള്ള ഒരു വേജസ് എങ്കിലും കൊടുത്തിരിക്കണം എന്നുള്ളൊരു നിയമത്തിൻ്റെ പിൻബലം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയതിന് ഈ പറയുന്ന മിനിമം വേജസ് ആക്ട് പ്രകാരമാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതെനിക്ക് തോന്നുന്നു അച്ചീവ്മെന്റ് തന്നെയാണെന്ന് തോന്നുന്നത്. അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹയസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ. ഇപ്പം പല ഫാക്ടറികളും എല്ലാം ഓവർ ടൈം ചെയ്യുന്ന സ്ത്രീകൾക്ക് കൊടുക്കാറില്ല, അല്ലെങ്കിൽ പുരുഷന്മാർ ഓവർ ടൈം ചെയ്യുന്നവർക്ക് സാലറിയും പ്ലസ് ഓവർ ടൈമിൻ്റെ മറ്റവർക്ക് ഓവർ ടൈമിന് പൈസ കൊടുക്കാറില്ല. അവരെത്ര സ്കിൽഡ് ആയാലും സ്ത്രീകൾക്ക്, പുരുഷന്മാരെക്കാളും സ്കിൽഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കും ഈ ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള പുരുഷന്മാർ കൊടുക്കുന്ന സാലറികൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഈ ഒരു നിയമം വഴി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു എടുത്തു പറയേണ്ടത് തന്നെ ഒരു കാര്യമാണ്. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണെന്ന് എനിക്ക് തോന്നുന്നു ഫാക്ടറീസ് ആക്ട്. അത് സാറ് പറയുകയുണ്ടായി, ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത് വളരെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ സെൻട്രൽ ലെജിസ്ലേഷനിൽ ഉൾപ്പെട്ട ഒരു നിയമമാണ്. അപ്പം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ഫാക്ടറി ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫാക്ടറിയെ ബേസ് ചെയ്തിട്ടുള്ളത് ഫാക്ടറി ആ പറയുന്ന നിയമത്തിൽ തന്നെ ഒരു വ്യക്തത ഉണ്ട്, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബേസ് ചെയ്താണ്. അത് 1948 നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കി നിയമം. അപ്പോൾ ആ ഫാക്ടറി ആക്ടിൽ നിന്ന് ഫാക്ടറിയെ പല രീതിയിൽ തരംതിരിക്കുക. ഹസാഡസ് ഉണ്ട്, ഹസാഡസ് അല്ലാത്തതുണ്ട്.
അപ്പം ഈ ഫാക്ടറി ആക്റ്റിൽ മെയിനായിട്ട് കൂടുതൽ പറയുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന ലേബേഴ്സിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ വർക്കിംഗ് കണ്ടീഷൻ, അവർക്ക് വർക്കിംഗ് കണ്ടീഷൻ, നല്ല വർക്കിംഗ് കണ്ടീഷൻ, ശുചിത്വവും ഒക്കെയുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഫാക്ടറി ആക്റ്റിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വേജസ് കൊടുക്കുക, പിന്നെ ഈ ഇവർക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ടാണ് കൂടുതലും അതിനകത്ത് പറയുന്നത്. അവർക്കുള്ള എല്ലാത്തിനും ഉപരി എന്ന് പറയുന്നത് ഈ ലേബേഴ്സിൻ്റെ പ്രൊട്ടക്ഷന്. ആ ലേബേഴ്സിന് വർക്കിംഗ് കണ്ടീഷൻ, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ, നമ്മൾ നേരത്തെ ഇൻഷുറൻസിൻ്റെതായാലും ശരി, മെഡിക്കലായാലും ശരി, ഡോക്ടേഴ്സിൻ്റെ ഒരു എന്താണ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റുക. അതുപോലെ തന്നെ പിന്നെ എന്താണ് ഈ സുരക്ഷ, അതായത് ഫാക്ടറി സുരക്ഷ, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്ന, എമർജൻസി എക്സിറ്റുകൾ, എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ടാക്കിൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതായത് ഫാക്ടറി എസ്റ്റാബ്ലിഷ്മെന്റ് കേസിൽ അത് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഇപ്പം മിക്കവാറും എല്ലാ ഫാക്ടറികളിലും തന്നെ ഈ പറയുന്ന ഫയർ ആൻഡ് സേഫ്റ്റി എക്സിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം, അതായത് പെട്ടെന്ന് തീപിടുത്തം അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ എന്തെങ്കിലും സംഭവിച്ചു ഉടനെ തന്നെ കമ്പനിയുടെ മുഴുവൻ മെഷീൻ ഓഫാക്കി ഇടേണ്ട ആ ഒരു പ്രക്രിയ. അതുപോലെ തന്നെ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായി ഉടനെ തന്നെ അവിടെ എന്താണ് സേഫ്റ്റി പ്രിക്കോഷൻ, മറ്റേ ഗ്യാസ് സേഫ്റ്റി പ്രിക്കോഷൻ, അതുപോലെ സേഫ്റ്റിയുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് ചെയ്യുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ഈ സേഫ്റ്റി ഓഫീസേഴ്സ് തന്നെയുണ്ട്, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ട്. ആ ഓഫീസേഴ്സിന് ചിലപ്പം വർക്കേ കാണുന്നത്, ചിലപ്പോൾ ഒരു 2-3 കൊല്ലം വേറെ ജോലിയൊന്നും, ഇതിങ്ങനെ ഈ അവിടുത്തെ സേഫ്റ്റി പ്രിക്കോഷൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതല്ലാതെ വേറെ ജോലിയൊന്നും കാണില്ല. പക്ഷേ എന്തെങ്കിലും ഒരു വിഷയം വഴി ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്, പെട്ടെന്ന് തീപിടുത്തമുണ്ട്, അപ്പോഴാണ് അവരുടെ ആവശ്യകത, അവിടെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിയുന്നത്. അതൊക്കെ ഇതിനകത്താണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ വെൽഫെയറിനെ നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ പറഞ്ഞത്, കോമ്പൻസേഷൻ, അതായത് വർക്കേഴ്സ് കോമ്പൻസേഷൻ ആക്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്, അതൊരു വലിയ ആക്ട് തന്നെയാണ്. വലിയ ആക്ട് എന്നല്ല, അതൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റുള്ളൊരു 1923 അത് പ്രാബല്യത്തിൽ വന്നത്. അപ്പം സ്ട്രക്ചർ അനുസരിച്ച് ഒരു വലിയ എന്താണ് ഒരു സമൂഹത്തിൽ സൊസൈറ്റിയിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അതിനുശേഷമാണ്, അതായത് ഒരാൾ നേരത്തെ പറഞ്ഞു, ഒരാൾ പെട്ടെന്ന് ഒരു വ്യക്തിക്ക് തൊഴിൽ നഷ്ടപ്പെടുക, അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ച് തൊഴിൽ പോവുക, അപ്പോൾ അത് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് പിന്നെ ആ ഫാമിലി മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിനെയും ഫാമിലി അതുപോലെ തന്നെ രാജ്യത്തിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതൊരു സോഷ്യൽ പ്രൊട്ടക്ഷനാണ്. ഈ ഒരു നിയമത്തിന് സോഷ്യൽ പ്രൊട്ടക്ഷൻ്റെ പരിധിയിൽ നമുക്ക് കൊണ്ടുവരിക. ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റിൻ്റെ വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റിൻ്റെ വലിയൊരു എക്സാമ്പിളായിട്ടാണ് വേണമെങ്കിൽ പറയാം. അതിൻ്റെ തോത് ഈ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഈ ലേബർ, നമ്മൾ എംപ്ലോയ്മെൻറ്റ് ലോസ്, ലേബർ ഇതെല്ലാം പറഞ്ഞു. അതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടതാണ് ഈ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്. ബാക്കിയെല്ലാം എന്താണ്, ബാക്കിയെല്ലാം വേജസ് കുറഞ്ഞു പോയി, ബോണസ് പോയി, ബാക്കിയെല്ലാം എന്ന് പറയുന്നത് ഒരു എന്താണ് ഈ വർക്ക്മാനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന നിയമത്തിന് ഉള്ള കാര്യം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഇതാണ്. ആ നിയമത്തിൻ്റെ ഒരു പെർവ്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു തൊഴിലാളി മാത്രമല്ല ഈ പറയുന്ന നിയമത്തിൽ ഉൾക്കൊള്ളുന്നത്, ആ തൊഴിലാളിയുടെ കുടുംബവും ഡിപ്പെൻഡൻസും എല്ലാം അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. മനസ്സിലായല്ലോ സാർ? അപ്പം ഈ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഈ കോമ്പൻസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഹ്യൂമാനിറ്റേറിയൻ ആക്ട് ആണെങ്കിലും തന്നെയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇപ്പം കോമ്പൻസേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ലീഗലി ചോദിക്കുകയാണെങ്കിൽ? കോമ്പൻസേഷൻ ഇതൊരു കോമൺ ടേമാണ്. അപ്പം ലീഗലി ആയിട്ട് ഇത് എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് ലീഗൽ ആസ്പെക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോമ്പൻസേഷൻ കൊടുക്കാതെ വരുമ്പോഴാണ് ലീഗൽ ആസ്പെക്റ്റ് വരുന്നത്. അത് വരുത്തേക്കും അത് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു സാധാരണ വാക്ക് തന്നെയാണ്. എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴാണ് പിന്നെ ആ കോമ്പൻസേഷൻ്റെ ഇത് വരുന്നത്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മുതലാളിക്ക്, ഒരു എംപ്ലോയർ
എംപ്ലോയർ അദ്ദേഹം ഒരുപാട് പണിക്കാർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു എംപ്ലോയിക്ക് പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അദ്ദേഹത്തിന് ഇപ്പം എന്താണ് ഒരു പാർഷ്യൽ ഡിസേബിലിറ്റി വന്ന് വരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മെഡിക്കലായിട്ടുള്ള ഒരു എന്താണ് ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരിക, അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോവുക, ഈ പറയുന്ന മുതലാളിയുടെ അവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കോമ്പൻസേഷൻ മനസ്സിലായി. പിന്നീട് അദ്ദേഹത്തിന് പാർഷ്യലായിട്ട് മാത്രമേ പിന്നെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പം ഈ ജോലിയിൽ തുടർന്നുകൊണ്ട് തന്നെ പോകാൻ പറ്റിയെന്ന് വരത്തില്ല, കാര്യം അത്രയ്ക്ക് ഡിസേബിൾഡ് ആയി പോയെന്നിരിക്കുക ഈ അപകടം കൊണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ എംപ്ലോയർ മുതലാളി അദ്ദേഹത്തിന് ഒരു കോമ്പൻസേഷൻ കൊടുക്കും. കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജോലിയുടെ സ്വഭാവവും സാലറിയും ഒക്കെ വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? അത് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലാണ്. അപ്പോൾ അത് ഇത്രയെങ്കിലും കൊടുത്തിരിക്കണമെന്നുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട്. എന്നാൽ കൂടിയും നമ്മളത് ഓരോ പർട്ടിക്കുലർ കേസിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അത് നമുക്കിവിടെ പ്രതിപാദിക്കാൻ പറ്റുന്ന പ്രതിപാദിച്ച് പറയാൻ പറ്റും. അതുപോലെ വേറൊരു കേസ് എന്ന് പറയുന്നത് ഇപ്പം ആർക്കാണ് ഇത് ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നത്? ഡിപ്പെൻഡൻസ് ആ ലീഗൽ ഹെയർസ് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഈ ആക്ടിൽ പറയുന്നത്? അതായത് ഇപ്പം ഒരു എംപ്ലോയി ആക്സിഡൻ്റായി, അതെ, അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ട് നിന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നിരിക്കും, ഓൺ ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത്. അങ്ങനെയുള്ള അവസരത്തിൽ ഇദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം പാർഷ്യലി ഡിസേബിൾഡായി, അറിയാമല്ലോ, ഇപ്പം നമ്മുടെ കയ്യോ കാലോ ഒക്കെ നഷ്ടപ്പെട്ട് പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ആംബിറ്റഡ് ആവുക, പിന്നെ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ തുടർന്ന് ജോലി ചെയ്യാൻ പറ്റാതെ വരിക. പറ്റിയാലും ചിലപ്പം ചില ആൾക്കാർക്ക് ചെറിയ ഇഞ്ചുറി ഒക്കെ പറ്റിയൊക്കെ ഉണ്ടാവും. അവരെ വീണ്ടും അക്കോമഡേറ്റ് ചെയ്യും, അതിൽ കുഴപ്പമില്ല, അവർക്കും കോമ്പൻസേഷൻ കൊടുക്കും. അപ്പം ഈ പറയുന്ന ആളിന് ആക്സിഡൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചു പോവുകയാണെങ്കിൽ ആ കോമ്പൻസേഷൻ ഫാമിലിക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹം പാർഷ്യൽ ഡിസേബിലിറ്റി ആണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കൊടുക്കും. അവിടെ ജോലി ചെയ്യുന്നതിലും അദ്ദേഹത്തിന് തന്നെ കൊടുക്കും. അദ്ദേഹം മരിച്ചു പോകുന്ന ഘട്ടത്തിലാണ് ഈ കോമ്പൻസേഷൻ്റെ തോത് വർദ്ധിക്കുന്നത്. മനസ്സിലായല്ലോ? അതിൽ ഇത് ഫാമിലിയിലേക്ക്, ഇദ്ദേഹത്തിൻ്റെ ഫാമിലി പോകും. ആ ഫാമിലി എന്ന് പറയുമ്പം പല രീതിയിൽ നമുക്ക് പറയാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഡോ മരിച്ചുപോയി, ആൾ മരിച്ചുപോയി, എംപ്ലോയി മരിച്ചുപോയി ആക്സിഡൻറ്റിൽ, ജോലി ചെയ്തുകൊണ്ടിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം വേറെ അസുഖമൊന്നും മരിച്ചാൽ കിട്ടത്തില്ല. അദ്ദേഹം ഈ ജോലി ചെയ്തുകൊണ്ട് വീട്ടിലെന്തോ പനിയോ അതൊക്കെ വന്ന് അങ്ങനെ മരണപ്പെട്ടു പോയി എന്നും പറഞ്ഞ് കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷേ വേറൊരു കാര്യം കൂടിയാണ് അതിനകത്ത് എടുത്ത് പറയേണ്ടത്. അത് പല കേസുകളും പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അതായത് ചില സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഹസാഡസ് ആയിട്ടൊക്കെ ഉള്ള സ്ഥലത്ത് ജോലി ചെയ്യുമ്പം ഈ പറയുന്ന ഈ പ്രസ്തുത ജോലിയിൽ നിന്നും ആ ജോലി ചെയ്തതുകൊണ്ട് അതിൻ്റെ ആഫ്റ്റർമാത്ത് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആ ജോലിയുടെ ചെയ്തതിൻ്റെ ഇതും കൊണ്ട് മാത്രം ഒരു അസുഖം വരാം. അങ്ങനെ അസുഖം വന്നിട്ടുണ്ട് മിക്കവാറും ഈ കെമിക്കൽ ഫാക്ടറികളിലൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. കെമിക്കൽ ഫാക്ടറികളിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ക്യാൻസർ പോലുള്ള വളരെ മാരകമായിട്ടുള്ള റേഡിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മുഖേന വലിയ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ കൂടിയും ഇവിടെ നമുക്ക് കോമ്പൻസേഷൻ ചോദിക്കാം. കാരണം ഈ പറയുന്ന പാർട്ട് ഓഫ് വർക്ക് അതിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ അസുഖം വന്നത്, അത് ചോദിക്കാം. അല്ലാതെ വേറെ എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചെന്ന് പറഞ്ഞ് കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റും, അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടത് അത് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഡിപ്പെൻഡൻറ്റിന് കൊടുക്കും. ഒരാൾ മരിച്ചു പോകണമെങ്കിൽ അദ്ദേഹത്തിന് ഡിപ്പെൻഡൻറ്റ് കൊടുക്കും. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വിഡോ ആവാം, പിന്നെ മക്കളാവാം, അച്ഛനും അമ്മയാവാം, പിന്നെ അച്ഛനും അമ്മയും. അദ്ദേഹത്തിൻ്റെ ഈ വരുമാനം കൊണ്ട് വരുമാനം മാത്രം പ്രതീക്ഷിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഈ പറയുന്ന എംപ്ലോയർ കോമ്പൻസേഷൻ കൊടുക്കും. പലപ്പോഴും വേറെ ഒരു കേസുണ്ട്. ഈ കോമ്പൻസേഷൻ കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഇത് നേടിയെടുക്കാൻ വേണ്ടി? അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കോമ്പൻസേഷൻ കൊടുക്കാത്ത ഒരുപാട് തർക്കങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. മുതലാളി മനഃപൂർവ്വം എംപ്ലോയർ മനഃപൂർവ്വം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും വിഷയം തർക്കത്തിലായി ഈ മുതലാളി
നിഷേധിക്കുക. അങ്ങനെയൊക്കെ അവസരങ്ങൾ ഒരുപാട് വരും. ഇൻഡസ്ട്രിയിലാവുമ്പോഴും ഫാക്ടറിയിലൊക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മുതലാളി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ തൊഴിലാളി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അവിടെ തർക്കം വരുമ്പോൾ ആ തർക്കം അദ്ദേഹത്തിന് ലീഗലായിട്ട് മൂവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോഴാണ് കോമ്പൻസേഷൻ ഒരു ലീഗൽ ആസ്പെക്റ്റിലോട്ട് വരുന്നത്. അതുവരെയും അത് സാധാരണ ഒരു ടേം തന്നെ. അങ്ങനെ വരാൻ നേരത്ത് ഇവിടെ ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒക്കെ എടുത്ത് പറയണമെങ്കിൽ എല്ലായിടത്തും ഇപ്പം ലേബർ ഓഫീസർമാരുണ്ട്, മനസ്സിലല്ലോ, മറ്റേ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറുണ്ട്, അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ പരാതിയുണ്ടല്ലോ, ലേബർ കമ്മീഷണറുണ്ട്, അദ്ദേഹത്തിന് മുമ്പിൽ പരാതി കൊടുക്കുകയും പിന്നെ അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കാൻ പറ്റുമെങ്കിൽ അവിടെ വെച്ച് ഒത്തുതീർപ്പാകും. അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് അവിടെ. പിന്നെ അതിലും ഉപരി കമ്മീഷണർ ഓഫ് എംപ്ലോയീസ് കോമ്പൻസേഷൻ കോർട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, അതും ഇൻഷുറൻസിൻ്റെ വിഷയം എല്ലാം അവിടെ തന്നെയാണ് വരുന്നത്. ആ കോടതികളാണ് ഇത് കേൾക്കുന്നതും. അവിടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അവിടെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് പിന്നെ കോടതി ഈ കേസ് കേൾക്കുകയും പിന്നെ എന്തുകൊണ്ട് മുതലാളി കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് വർക്ക്മാൻ്റെ കാര്യം എല്ലാം വളരെ വിലയിരുത്തി അദ്ദേഹത്തിന് നൽകാറുണ്ട്. അദ്ദേഹം മരിച്ചു പോവുകയാണെങ്കിൽ കുടുംബത്തിന് കൊടുക്കും. അപ്പോൾ സാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കോമ്പൻസേഷൻ്റെ കേസിൽ സാർ ഇപ്പം പറഞ്ഞു കോടതിയെ സമീപിക്കുന്ന കാര്യം പറഞ്ഞു, കോമ്പൻസേഷൻ അവിടെ നിന്ന് കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ ചില കേസുകളിൽ കോമ്പൻസേഷൻ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിന് അപ്പീൽ പോകാൻ നമുക്ക് പറ്റുമോ? സാധാരണ രീതിയിൽ നമ്മൾ കോടതിയിൽ പോകുമ്പോഴത്തേന് ഒരു ഇടത്തുനിന്ന് നീതി കിട്ടിയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു ഹയർ അതോറിറ്റി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഈ കേസിൽ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം അങ്ങനെ ഒരു പ്രൊവിഷൻ നിലവിലുണ്ടോ? തീർച്ചയായിട്ടും ഏത് കോടതിയിലും നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നില്ലെങ്കിൽ ഹയർ അതോറിറ്റിയിലോട്ട് പോകാം. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഇപ്പം ഒരു തൊഴിലാളിയും ഒരു മുതലാളിയും തമ്മിൽ തർക്കം കോമ്പൻസേഷൻ്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ മുതലാളിയും മരണപ്പെട്ട ഒരു തൊഴിലാളിയുടെ വീട്ടുകാരുമായിട്ട് ഡിപ്പെൻഡൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ വൈഫ് അവരൊക്കെ വരുമല്ലോ, അവരുമായിട്ട് തർക്കം വന്ന് തർക്കം നേരെ കോടതിയിൽ. ആ കോടതിയുടെ പേരാണ് ഞാൻ പറഞ്ഞത് കമ്മീഷണർ ഓഫ് എംപ്ലോയീസ് കോമ്പൻസേഷൻ കോർട്ട്. അതിനെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ എന്ന് പറയുന്നതും. ഇൻഷുറൻസ് കേസസ് അവിടെ കേൾക്കും, ബാക്കി പല കേസുകളും അവിടെ കേൾക്കും. അപ്പോൾ ഇതിനകത്ത് ഇതൊരു സിവിൽ കോടതിയിലെ നടപടി പോലെ തന്നെയാണ്, മനസ്സിലായില്ലേ? അത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ഇതൊരു സിവിൽ കോടതിയുടെ പവർ എല്ലാം കാര്യങ്ങളും ഉണ്ട് എന്നും പറഞ്ഞ് ഈ വിഷയം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു തർക്കമുണ്ട് മുതലാളിയും തൊഴിലാളിയായിട്ട് എന്ന് പറഞ്ഞ് ഒരു സിവിൽ കോടതിയിൽ പോകാൻ പറ്റില്ല. മുൻസിഫോ സബ് കോടതി നേരത്തെ പറഞ്ഞു നിലനിൽക്കുന്ന കോടതിയെ തന്നെ അപ്രോച്ച് ചെയ്യണം. അതെ തന്നെ, ഒരു സിവിൽ കോർട്ടിനും ഇത് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഈ വിഷയം ഈ തർക്കം പരിഹരിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് ഈ അപ്പീൽ പോകുമ്പോൾ നമുക്ക് കോമ്പൻസേഷൻ കുറഞ്ഞു പോയി തന്നതെന്ന് പറഞ്ഞ് അപ്പീലിന് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്ക് അർഹമായ കോമ്പൻസേഷൻ ഇത്രയാണ്, പക്ഷേ ഈ കോടതി വിധിച്ചത് നമുക്ക് അർഹമായിട്ടുള്ള അല്ല. അതുകൊണ്ട് നമുക്ക് ഹയർ അതോറിറ്റി. അപ്പോൾ ഇതൊരു ജില്ലാ കോടതിയുടെ പവർ തന്നെയുണ്ട്. ജില്ലാ കോടതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ വിഷയം മറ്റൊരു കോടതികൾക്കും കേൾക്കാനുള്ള അധികാരമില്ല. അതാണ് സാർ ഇപ്പം പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഹയർ അതോറിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? ഹൈക്കോടതി. അപ്പോൾ ഇവിടെയുള്ള അപ്പീൽ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോമ്പൻസേഷൻ നമുക്ക് കിട്ടാതെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഹയർ അതോറിറ്റി എന്നുള്ളത് നേരെ ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതിയിൽ പോയി നമുക്ക് അവിടെ അപ്പീൽ ഫയൽ ചെയ്ത് അവിടെ കേസ് നടത്താം. അപ്പോൾ ഒരു ജില്ലാ കോടതിയുടെ എല്ലാ പവറും ജില്ലാ കോടതിയുടെ ഒരു സ്റ്റാറ്റസ് അതായിരിക്കും ബെറ്റർ വേർഡ്. സ്റ്റാറ്റസ് തീർച്ചയായും ഈ കോടതിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1948 അല്ലേ 48 വന്നു എന്നാണ് പറയുന്നത്. വർക്ക്മെൻസ് 1923 വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇൻഡിപെൻഡൻസിന് മുമ്പ് തന്നെ വന്ന ഒരു ആക്ടാണിത്. അപ്പോൾ അതിനുശേഷം നമ്മളുടെ സൊസൈറ്റി വളരെയധികം ചേഞ്ചസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലി IT മേഖല എന്ന് പറയുന്ന ഒരു മേഖല വളരെയധികം ഒരു ബൂമോടെ നമ്മുടെ
രാജ്യത്ത് അല്ലെങ്കിൽ ഗ്ലോബലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഈ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിന് ഈ IT മേഖലയിലും പ്രാധാന്യമുണ്ടോ, അതോ എങ്ങനെയാണ് അത് ആ മേഖലയിലെ കാര്യങ്ങളിലേക്ക് ഈ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് പോകുന്നത്? ഈ IT മേഖലയെന്ന് പറയുമ്പോൾ തന്നെ എല്ലാം പ്രൊഫഷണലായിട്ടുള്ള, തീർച്ചയായിട്ടും അതാണ് ചോദ്യത്തിനുള്ള കാരണം. പ്രൊഫഷണലായിട്ടുള്ള ഇത് അവിടെയും എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ ഈ കോടതിയെ അപ്രോച്ച് ചെയ്യാം. ഇതൊരു ഇപ്പോൾ ഗ്ലോബൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വെളിയിൽ നിന്ന് വന്നിട്ട് ഒരു കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അതൊരു പ്രധാനപ്പെട്ട ഘടകം. ഒരു പലപ്പോഴും IT കമ്പനികളുടെ കേസിൽ MNCs ആണ് വരുന്നത്. അതായത് മൾട്ടിനാഷണൽ കമ്പനിയാണ് വരുന്നത്. അതായത് പല രാജ്യത്തും സെന്റേഴ്സ് ഉള്ള കമ്പനി നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും വരുന്നു. ഇതാണ് പ്രധാനം. അപ്പം അവരുടെ ചിലപ്പം ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മേ ബി വേറെ ഒരു രാജ്യത്തായിരിക്കും. അപ്പം ഇത് ഇവിടെ നിൽക്കുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നമ്മളുടെ ലോ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ചോദിച്ചു വന്നതിൻ്റെ ഇത്. ഇപ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ കമ്പനി എന്നല്ല സകലമാന വിഷയങ്ങൾ, ഇപ്പോൾ ഒരു ഷോപ്പായാലും ശരി, മാനുഫാക്ചറിങ് കമ്പനി ആയാലും ശരി, IT മേഖല എല്ലായിടത്തും എന്തെങ്കിലും തർക്കം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇന്ന കോടതി എന്ന് മസ്റ്റായിട്ട് അവരുടെ എഗ്രിമെൻറ്റോ ഒക്കെ എഴുതിയിരിക്കണം. ഇവിടെ വന്ന് ഒരു MNCക്ക് തുടങ്ങുന്ന ഒരു കമ്പനി, ഒരു മൾട്ടിനാഷണൽ കമ്പനി, ഇൻ്റർനാഷണൽ കമ്പനി ഇവിടെ വന്ന് അതിൻ്റെ ഒരു സെൻറ്റർ അല്ലെങ്കിൽ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അവർ ഇവിടെയുള്ള ഒരു കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അത് ഇപ്പം അറിയാമല്ലോ, അത് പലപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഇവിടെയും അതുപോലെ തന്നെ ഒരു എംപ്ലോയിക്ക് അർഹമായ ഒരു കിട്ടിയിട്ടില്ല, അർഹമായ ഒരു കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ ഇവിടെയുള്ള ആ കമ്പനി എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്തുള്ള ഒരു ലേബർ കോർട്ടിൽ നമുക്ക് ഈ കേസ് ഫയൽ ചെയ്ത് അവരെ പൈസ വാങ്ങിക്കാം. അപ്പോൾ പലപ്പോഴും ഇതൊന്നും ആരും ചെയ്യാറില്ല. കാര്യം ഇപ്പം മൾട്ടിനാഷണൽ കമ്പനിയാണ്, അവർ അങ്ങ് ദൂരെയാണ്. പല കേസുകളിലും വരുമ്പോഴും പറയുന്നത് നമുക്കിവിടെ രജിസ്റ്റേർഡ് ഓഫീസില്ല, അതുകൊണ്ട് പറ്റത്തില്ല എന്നും പറഞ്ഞ് എസ്കേപ്പ് ചെയ്യുമായിരുന്നു. ലൈബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പല കമ്പനികളും ഒരു വ്യക്തി അല്ലെങ്കിൽ അവിടെയുള്ള ഒരു എംപ്ലോയി വന്നിട്ട് ഇവിടെ ഒരു കേസ് ഫയൽ ചെയ്യും. കേസ് ഫയൽ ചെയ്യുമ്പം അവർ തിരിച്ച് മറുപടി തരുന്നത് അല്ലെങ്കിൽ ആക്ഷേപം തരുന്നത്, ഒബ്ജക്റ്റ് ചെയ്യുന്നത് നമുക്കിവിടെ രജിസ്റ്റേർഡ് ഓഫീസില്ല, നമ്മുടെ ഓഫീസ് അങ്ങ് വെളിയിലാണ്, എബ്രോഡാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലാണ്, അവിടെ കൊണ്ട് ഫയൽ ചെയ്താലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ അപ്പോൾ പലരും ഈ കേസ് അതോടുകൂടി അങ്ങ് തീർന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടെ ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഏത് സ്ഥലമാണെന്നുള്ള ഇപ്പോൾ എഴുതും, ജൂറിസ്ഡിക്ഷൻ ഇന്ന സ്ഥലത്തുള്ള കോടതി എവിടെയാണോ തുടങ്ങിയത്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രം ഉള്ള ഇത്, കൊല്ലത്താണെങ്കിൽ കൊല്ലം. ഇപ്പം IT പാർക്കുകൾ എന്ന് പറയുമ്പോൾ കൊല്ലം, എല്ലാം എറണാകുളം, എല്ലായിടത്തും അതെ പല സ്ഥലത്തും ഉണ്ട്. അപ്പം ഇവിടെയാണെങ്കിൽ ട്രിവാൻഡ്രത്താണെങ്കിൽ ഇവിടെ ഫയൽ ചെയ്യാം, ഇവിടുത്തെ കോടതി ഫയൽ ചെയ്തിട്ട് ആ കമ്പനി അതിന് ഉള്ള മറുപടിയും ഒക്കെ തരും. ഇപ്പം അങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പം ലയബിലിറ്റീസ് അവർക്ക് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ലയബിലിറ്റി ഉണ്ട് അവർക്ക്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത്. സമയപരിമിതം മൂലം നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരുന്നു. അപ്പം നമ്മൾ ചർച്ച ചെയ്തത് പല എംപ്ലോയ്മെൻറ്റ് ലോസിനെ കുറിച്ചാണ്, പല തരത്തിലുള്ള അല്ലെങ്കിൽ പല കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ലോസിനെ കുറിച്ച്. അപ്പോൾ അങ്ങയുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി. ഇന്നത്തെ നീതിപാതയുടെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നിയമങ്ങളെക്കുറിച്ചുള്ള ചർച്ച തുടർന്നും പ്രതീക്ഷിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.